ഹലോ എവ്രി വൺ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. നമുക്കൊന്ന് ഒത്തിരി പ്ലാൻസ് ചെയ്ത് തീർക്കാനുള്ള ഒരു ദിവസമാണ്. നമ്മൾ പ്ലാനിൽ കുറച്ച് എണ്ണ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ നമുക്ക് വേറെയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവുകയാണ് കേട്ടോ. ഏർലി മോർണിംഗ് തന്നെ നമുക്ക് 6:45 ട്രെയിന്. നമ്മൾ വീട്ടിൽ നിന്ന് 5:15, 5:30 ഒക്കെ ആകുമ്പോൾ ഇറങ്ങി ബ്ലോക്കൊന്നും ഇല്ല, നോർമൽ റോഡ് തന്നെയായിരുന്നു, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഓൾമോസ്റ്റ് കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതുമല്ല, നമുക്ക് അത് അല്ലാതെ കോളേജ് അല്ലാതെ നമുക്ക് കുറേ പ്ലാൻസ് ഉണ്ട്. എല്ലാം നടക്കുമെന്ന് അറിയില്ല, ബട്ട് സ്റ്റിൽ നമുക്ക് നടക്കുമെന്ന് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ വലിയ ട്രാഫിക്കൊന്നും ഇല്ലാതെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. പെട്ടെന്ന് തന്നെ ഞാൻ പോയി ടിക്കറ്റ് എടുത്തു. നമ്മൾ റിസർവ്ഡ് അല്ലായിരുന്നു, സോ അവിടുന്ന് ജനറൽ എടുത്താണ് പോകാനുള്ള പ്ലാൻ. അങ്ങനെ ഞാൻ പെട്ടെന്ന് ടിക്കറ്റ് എടുത്തു. പക്ഷേ നമ്മൾ വിചാരിച്ച ട്രെയിൻ 6:45 പക്ഷേ അതിന് മുന്നേ തന്നെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേഗം അതിൽ തന്നെ കയറി. സീറ്റൊന്നും ഇല്ല കേട്ടോ, ഭയങ്കര തിരക്കുണ്ടായിരുന്നു, രാവിലെയല്ലേ. അപ്പോൾ ജോലിക്ക് പോകുന്നവരെല്ലാവരും ഉണ്ട്. സോ നമ്മൾ സീറ്റൊക്കെ ഉള്ള സൈഡ് സീറ്റൊക്കെ ഉള്ള ട്രെയിനായിരുന്നു നമ്മളെ പ്ലാനിങ്ങിൽ. സോ നമ്മൾ കയറിയപ്പോൾ സീറ്റേ ഇല്ല. കുറേ അങ്ങ് ദൂരെ വരെ നമ്മൾ നിൽക്കുമായിരുന്നു, ഭയങ്കര തിരക്കുണ്ട്. അങ്ങനെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ പിന്നെ നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ, അപ്പർ ബർത്ത് സീറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ പോകാനിറങ്ങി. അപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് തൃശ്ശൂരാണ്. ഇവിടുന്ന് നമുക്കിനി ബസ്സിലാണ് കേട്ടോ പോകേണ്ടത്. ബസ്സിൽ എങ്ങനെ പോകണം, ഇതിലെ പോകണം, ഏത് ബസ്സാണ് കാരണം ഒന്നും അറിയില്ല. നമ്മൾ ബാംഗ്ലൂരേക്കാണ് പോകാൻ വിചാരിച്ചത്, പക്ഷേ നമ്മൾ അവിടെ ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്തേക്കാണ് പോകാൻ വിചാരിച്ചത്. സോ നമ്മളിവിടെ തൃശ്ശൂർ ഇറങ്ങി. സോ വി ഹാവ് എ സർപ്രൈസ് ഫോർ യു. ബൈ ഗൈസ്. നമ്മൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. വഴി അറിയില്ല, അതാണ് മെയിൻ പ്രശ്നം. വഴി അറിയാതെയാണ് നമ്മൾ പോകുന്നത്. സോ ഹോപ്പ്ഫുള്ളി നമുക്ക് ബസ് അടുത്ത് തന്നെ കിട്ടും. സോ നമ്മൾ പോവാണ്. ബസ് സ്റ്റോപ്പ് വരെ എവിടെയാണെന്ന് നമുക്കറിയില്ല. ഓട്ടോക്കാരോട് വെച്ച് നമ്മളെ പറ്റിച്ചു ഗൈസ്. തൃശ്ശൂർ ഇറങ്ങിയതാ, നടക്കുകയാണ്. പെടൂല, അതൊരു സമാധാനം. നമ്മളവിടെ എത്തും. അങ്ങനെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ കുറച്ച് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബസ് വന്നു കേട്ടോ. പക്ഷെ അത് ഡയറക്റ്റ് ബസ്സൊന്നും അല്ലായിരുന്നു. നമ്മൾ കണ്ടു, കയറി, അത്ര തന്നെ. പക്ഷേ നല്ല നല്ല വഴി കൂടെയായിരുന്നു. കുറച്ച് എനിക്ക് തോന്നുന്നു ഉള്ളിൽ കൂടെയുള്ള ഏരിയയാണ്. KSRTC ഒന്നും പോകുന്ന റൂട്ടല്ല അത്. ഏത് റൂട്ടാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ബസ്സിൽ സീറ്റും കിട്ടിയത് കേട്ടോ, അത്ര തിരക്കൊന്നുമില്ല. അങ്ങനെ നമ്മൾ പോകുന്നത് ഇങ്ങോട്ടേക്കാണ്. സോ നമ്മളവിടെ എത്തി. ജസ്റ്റ് ഉള്ളിൽ കയറാൻ പറ്റില്ല, കാര്യം ഇത്ര ക്യൂ ഒക്കെ ഉണ്ടാവും. നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ നമ്മളവിടെ എത്തി ഉടനെ തന്നെ നമ്മൾ നെയ് റോസ്റ്റും കോഫിയെല്ലാം കഴിച്ചു. എന്നിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയത്. എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ, നമ്മൾ രാവിലെ തൊട്ടൊന്നും കഴിച്ചിട്ടുമില്ല. പെട്ടെന്ന് ട്രെയിൻ വന്നപ്പോൾ പിന്നെ ഒന്നും വാങ്ങാനും പറ്റിയില്ല, കഴിക്കാനും പറ്റിയില്ല. സോ അതെല്ലാം കഴിച്ചു. നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാൻ പോയി. പ്രാർത്ഥിക്കാൻ തന്നെ വലിയ ക്യൂ ഉണ്ടായിരുന്നു. ക്യൂ ഇല്ലെങ്കിൽ ഉള്ളിൽ കയറാം, അല്ലെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് വരാമെന്നുള്ള പ്ലാനായിരുന്നു. അങ്ങനെ നമ്മൾ ഞാൻ മാത്രം ഉള്ളിൽ ആ നടുവിൽ അവിടെ കയറി പ്രസാദം വാങ്ങി വന്നു. പക്ഷേ നമുക്ക് എന്താ ഭാഗ്യത്തിന് നമ്മൾ അവിടെ നിന്നാണ് ഉച്ചയ്ക്ക് തൂണ് കഴിച്ചത്. നമ്മൾ വലിയ വരിയൊന്നുമില്ല, ഭയങ്കര തിരക്കുമില്ല, ഫുഡിന് അത്ര തിരക്കില്ലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുന്ന് പ്രസാദം എല്ലാം കഴിച്ചിട്ടാണ് വന്നത്. പക്ഷേ നിങ്ങൾക്ക് അറിയാമല്ലോ, ഗുരുവായൂർ എപ്പോഴാണ് തിരക്കില്ലാത്തത്? ഫുൾ ടൈം തിരക്കുണ്ടല്ലോ. എത്ര തിരക്കാണെങ്കിലും പ്രാർത്ഥിച്ചാലും മനസ്സിനൊരു സമാധാനമാണ് കേട്ടോ. നടുവിലൊരു സ്ഥലമുണ്ടല്ലോ, ഉള്ളോട്ട് ജസ്റ്റ് ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ അവിടെ കയറി പ്രസാദമെല്ലാം വാങ്ങി. സോ ഗുരുവായൂർ വ്ളോഗ് ഇത്രേ ഉള്ളൂ. ലവ് യു ആൻഡ് ബൈ, ടാറ്റാ.